12 മണിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ആള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 12 മണിയായിട്ടാ, സമയം 1:20. എല്ലാവർക്കും PK ഫാമിലി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ സമയം എത്രയെന്ന് അറിയോ? 1:30 ആവാറായി. ഇപ്പോഴാണ് വാങ്ങിട്ട് വന്നത്. പക്ഷേ ആള് നന്നായി വിശന്നിരിക്കുകയാണ്. എന്നാൽ ഒരു മനുഷ്യന് എന്തായാലും ദേഷ്യം വരും. അപ്പൊ സമയം 1:30 ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. രാവിലെ വെറും ഒരു ബ്രെഡും കുറച്ച് കഞ്ഞി മാത്രം കുടിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് കറി ആകുന്നത് വരെ ദേഷ്യം പിടിച്ചു നിൽക്കാനായിട്ടാണ് ഈ ടിപ്സ്. എന്താണെന്നറിയോ? ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന്റെ ഇടയിലൂടെ ഏട്ടനെ കൊണ്ട് പാട്ട് പഠിക്കാം. ഏട്ടന് പാട്ട് ഇഷ്ടമായതുകൊണ്ട് ആ ദേഷ്യം അവിടെ തീരും. അപ്പൊ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. നമ്മൾ 2 കിലോ ചിക്കനാണ് വെക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ളത് 2 വലിയ ഉള്ളി, 2 തക്കാളി, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 5-6 കഷ്ണം വെളുത്തുള്ളി. ഇത്ര വലിയതായതാണ് കൊണ്ട് ഇത്രയും എടുത്തത്. പിന്നെ 2 ഉരുളക്കിഴങ്ങ്. ചിക്കൻ കറിൻ്റെ കൊടുത്ത് ഉരുളക്കിഴങ്ങ് ഇടുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ആർക്കും ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് ഇതൊക്കെ തോലൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് വരാം. കഴുകി വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോഴേക്കും ഏട്ടൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് വന്നാലോ. பறக்கும் திசையேது இந்த பறவையாது உறவும் தெரியாது அது உனக்கும் புரியாது பறகிலே பூ முடிச்சு பார்த்தவர்கள் யாரு அன்பு கொண்ட நெஞ்சத்துக்கு காலம் வரும் வேளையில காத்திருப்பேன் பெண்மையில தேடி வரும் உண்மையில சரி சொல்வேன் கண்ணால ஒடியிலே மல்லியப்பூ மணக்குதே மானி தொடுக்கவா எடுக்கவா தவிக்கிறேன் நாவி பறிக்க சொல்லி தூண்டுதே பவள மல்லி தோட்டம் நெருங்க விடவில்லையே நெஞ்சுக்குள்ளே கூச்சம் கட்டி ഏട്ടാ, നമ്മള് വീഡിയോ എടുക്കണോണ്ട് ഇങ്ങനെ മസിൽ പിടിച്ച് എടുക്കണം. വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആവുന്നില്ല. അല്ല, ഇത് നമ്മളെ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ സ്പീഡിലാക്കുന്നതാണ്. നീ എങ്ങനെ ചിക്കൻ കറി വെക്കാൻ പഠിച്ച്? എനിക്ക് ചിക്കൻ കറി വെക്കാനേ അറിയില്ല. കല്യാണം കഴിയണ വരെയും ഞാൻ ചിക്കൻ കറി ഒന്നും വെക്കില്ല. ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയില്ല, ചിക്കൻ കറി വെക്കാൻ അറിയില്ല. എല്ലാ പാത്രത്തിലും റെഡി ആകുമ്പോൾ പോയി ഇരുന്ന് കഴിക്കും. അങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ ഓരോന്നിങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് പിന്നെ എൻ്റെ അമ്മ കറി വെക്കുമ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് അങ്ങനെ കറി വെക്കാൻ പഠിച്ചു. എന്ത് കറി? കല്യാണം കഴിഞ്ഞാൽ എന്തായാലും നമ്മളെല്ലാം വെക്കണമല്ലോ. കല്യാണം കഴിഞ്ഞാൽ വെക്കണം. നീ എങ്ങനെ പഠിച്ചെന്നാണ് ഞാൻ ചോദിക്കണത്. എൻ്റെ അമ്മ വെക്കുന്ന കണ്ടിട്ട്. നീയല്ലേ പറഞ്ഞപ്പോ നിന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് വെക്കാൻ അറിയില്ല, ഇവിടെ വന്നിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ടാണ് വെക്കാൻ അറിയുന്ന പറഞ്ഞത്. അയ്യോ, അതന്നെ ഞാൻ പറഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ചിക്കൻ കറി വെക്കാൻ എന്നെ കൊണ്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് അയ്യോ അറിയില്ല എന്ന് പറഞ്ഞപ്പോ നാണക്കേടല്ലേ. പിന്നെ ഞാൻ വീട്ടിൽ വിരുന്ന് പോയപ്പോ ഞാൻ അമ്മ കറി വെക്കുന്നത് നോക്കി പഠിച്ചു. സൂപ്പർ, അടിപൊളി. എന്റെ കറി എങ്ങനെ ഏട്ടന് ഇഷ്ടമല്ലേ? ഏത് കറി? ചിക്കൻ കറി. ഗതികേടോട് കഴിക്കാണ്. പറയാലേ. അയ്യേ, നന്നായിട്ടുണ്ട്. ചിക്കൻ കറിയും പിന്നെ നീ ഒരു പുളിയവരൊക്കെ ചാറ് വയ്ക്കില്ലേ? അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഇത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതയ്ക്കണം. ഞാനാ ഞാൻ തന്നെ പോയി ചതക്കി. വിശന്ന് കഴിഞ്ഞ വെച്ചാൽ എന്താണല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ വിശപ്പ്. അതിനാണ് പറയണത് നേരത്തെ വാങ്ങി തരണം എന്ന്. അതിനാണ് പറയണത് നേരത്തെ എണിക്കണമെന്ന്. ഞായറാഴ്ച കുറച്ച് വൈകിയൊക്കെ എണിക്കും. എനിക്ക് ഞായറാഴ്ച കുറച്ച് വൈകി എണിക്കും. അപ്പൊ പിന്നെ ഞായറാഴ്ച പിന്നെ നീ മാത്രം വൈകി എണിച്ചാ ഞാൻ എണിക്കണ്ടേ വൈകി? പറ. അതല്ല എന്റെ മുഖത്ത് കാണിക്കട്ടെ. കട്ട തർക്കിക്കുന്നതൊക്കെ കാണിക്കുന്നു. നിങ്ങൾ അതിൽ തന്നെ കാണിക്കുന്നു. നീ അതിൽ തന്നെ കാണിച്ചാൽ മതി, പറഞ്ഞാൽ മതി. ഈ മുഖം കാണിച്ച് പറഞ്ഞ വെച്ചാൽ ഓവർ എക്സ്പ്രഷൻ ആകും. അതുകൊണ്ടാണ് വ്യൂവേഴ്സ് നിങ്ങൾക്ക് മുഖം കാണിക്കാണ്ടിരിക്കുന്നത്. ഇവള് മറ്റെന്താ പറയുക, ഈ തർക്കിക്കുന്ന സമയത്ത് എൻ്റെ മുഖം കൂടി കാണിക്കുന്നതാണ് അവൾ പറയുന്നത്. അവൾ മുഖം കാണിച്ചാലോ എക്സ്പ്രഷൻ ആകുന്ന അങ്ങനെ പോവും. ഞാനത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുഖം കാണിക്കാണ്ട് ഇത് മാത്രമേ കാണിക്കുള്ളൂ. മുഖം കാണിച്ച നോക്കിക്കോളാം. ഞാൻ പറഞ്ഞ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അറിയും. പറയ് ശരി മോൻ കാണിച്ചോ പറ. അതല്ലേ ഞായറാഴ്ച പറഞ്ഞ ലീവാണ്. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ 8 മണി 9 മണി വരെ കിടന്നുറങ്ങില്ലേ? എല്ലാ ഭാര്യമാരും രാവിലെ 6 മണിക്ക് എണിച്ച് എല്ലാ ദിവസവും 6 മണിക്ക് എണിച്ചിട്ട് ചോറും കറിയും എല്ലാം വെച്ചിട്ടാണ് ജോലിക്ക് പോകണം. ഓക്കെ ആയിക്കോട്ടെ, ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. ലീവാണ്. അപ്പൊ കുറച്ച് സമയം കിടന്നുറങ്ങി 8 മണി 9 മണി കൂടി പോയാൽ 10 മണി. 10 മണിക്ക് എണിച്ചിട്ട് കറി വെക്കാൻ തുടങ്ങുമ്പോ 2 മണിയും. അല്ല ശരി, ഞങ്ങൾ കടയിൽ പോയിട്ട് ചിക്കൻ ഒന്നും വാങ്ങിത്തരാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് നേരത്തെ വാങ്ങിട്ട് കൊണ്ട് തന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എണീറ്റ് കുളിച്ച് അപ്പൊ വെക്കുമ്പോ ഒരു 12 1 മണിയാകുമ്പോഴത്തേക്ക് കറിയാവും. എല്ലാം നുണയാണ് മക്കളെ. 1 മണി ഇവള് പറയണതൊക്കെ നുണയാണ്. ഇതൊന്നല്ല സത്യം. സത്യാവസ്ഥ എന്താണ് പറഞ്ഞത് വെച്ചാ ഇവ നേരത്തെ എണിക്കും എന്നുള്ള കാര്യം സത്യമാണ്. അത് 6 മണിക്ക് എണിക്കണം. 6 മണിക്ക് നീ എണിക്കും എന്നുള്ള കാര്യം സത്യമാണ്. നീ 6 മണിക്ക് എണിക്കും എന്നുള്ള കാര്യം നീ 6 മണിക്ക് എണിക്കും. 6 മണിക്ക് എണിക്കും. പക്ഷെ അവളുടെ ജോലി ഇതെല്ലാം തിരക്കും കഴിഞ്ഞ് ഇവിടെ 2 പേര് മാത്രമേ ഉള്ളൂ. ഈ 2 പേർക്ക് എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവള് വരുമ്പോൾ 12 മണിക്ക് വന്ന് കട തുറക്കും. എന്നിട്ടോ രാത്രി മുഴുവൻ ഇരുന്ന് അടിക്കും 12 മണി വരെ. ഇതാണ് ഇവളുടെ പണി. അല്ല മനസ്സിലായില്ല. രാവിലെ നേരത്തെ പോയിട്ട് കട തുറന്നിട്ട് 6 മണിയാകുമ്പോൾ അടച്ചു കഴിഞ്ഞാൽ എല്ലാ ജോലി കഴിഞ്ഞ് ടൈലർ ഷോപ്പ് എന്ന് പറയുമ്പോഴില്ലേ ജോലി കഴിഞ്ഞ് വരുമ്പോ എല്ലാ ആൾക്കാരും വരുന്ന 6 മണിക്ക് ശേഷമാണ് കടക്ക് വരിക. ആ സമയത്തല്ലേ തുറക്കേണ്ടത്. 6 മണിക്ക് പോയിട്ട് രാവിലെ 8 മണിക്ക് പോയി ഷോപ്പ് തുറന്നിട്ട് 5 മണിയാകുമ്പോൾ അടച്ചു കഴിഞ്ഞാൽ ഏത് കസ്റ്റമർ മിക്സി അടിക്കുന്ന സൗണ്ട് ഒക്കെ അടിക്കട്ടെ. മതിയാ. ഏട്ടന് ഓട്ടം വിളിച്ച് ഫോൺ വിളിച്ചു. ഏട്ടൻ പോയി. കണ്ട ഇതാണ് കൃത്യസമയത്ത് ഒന്നാമത് ഉണ്ണാനുള്ള സമയം കിട്ടില്ല. ചിലപ്പോൾ ഉണ്ണുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ ഓട്ടം വിളിക്കുന്നത്. അതാണ് ഈ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ ഒരു ജീവിതം പറയുന്നത്. അത് നമുക്ക് ഉള്ളി വണക്കാനായിട്ട് കുറച്ച് എണ്ണ വയ്ക്കാം. അങ്ങനെ ചിക്കൻ കറിയിൽ മീൻ കറിയിലൊക്കെ അധികം നന്നായിട്ട് എണ്ണ വയ്ക്കുക. ഇനി എല്ലാവരും വഴക്ക് പറയുന്ന കാര്യം ഇതിനാണ്. എന്തിനാ ഇത്ര എണ്ണ ഒഴിക്കുന്നത്? പക്ഷേ ഇതില്ലേ ഉള്ളി വണക്കാനല്ല, സോറി, എനിക്കില്ലേ ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എണ്ണയിൽ ആദ്യം ഒന്ന് വണക്കിയിട്ട് ചിക്കനിൽ പുരട്ടി വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. വീഡിയോ എടുത്തിട്ട് ഏട്ടനില്ല, ഏട്ടൻ പോയി. അപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണം. ഏട്ടൻ പോയതുകൊണ്ടേ ഞാൻ തന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണം. ഇതിൻ്റെ അളവൊന്നും കൃത്യമായിട്ടല്ല. എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ കറിയത്തെ നല്ല കുറച്ച് ഈ മുളക് പൊടി വറുത്തത് കാരണം കൊണ്ട് അധികം അത്ര എരിവൊന്നും ഉണ്ടാവില്ല. നമ്മൾ 2 കിലോ ചിക്കനെല്ലാം എടുക്കണം. അപ്പോൾ 2 സ്പൂണ് മുളക് പൊടിയെങ്കിലും ഇടണം.
പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിൻ്റെ, ഇഞ്ചിൻ്റെ, പിന്നെ പച്ചമുളക്, അങ്ങനെ എല്ലാത്തിൻ്റെ എരിവ് വരുമ്പോൾ ചിക്കൻ മസാലയൊക്കെ ഇടുമല്ലോ. അപ്പോൾ എരിവ് വരുമ്പോൾ കറക്റ്റാവും. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നല്ല സ്ലിമ്മാക്കിയിട്ട് വേണം ഇങ്ങനെ മുളക് പൊടി വറുക്കുന്ന സമയത്ത് അടുപ്പ് കത്തിക്കാൻ. ഇല്ലയെന്ന് പറഞ്ഞാൽ കരിയും. 2 സ്പൂണ് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി കുറച്ച് അധികം ഇടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ചൂടാക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഒന്ന് വെച്ച് നോക്കണേ. ചേർക്കാം. അപ്പോൾ ഇതിൽ എന്തായാലും ഒരു എണ്ണൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ എന്നാൽ കല്ലുപ്പാണ്. ഇപ്പോൾ എൻ്റെ പൊടി ഉപ്പില്ല, കുറച്ച് അരിയും. എന്നിട്ട് നമുക്ക് പിന്നീട് ചിക്കൻ വേകാറാകുമ്പോൾ നമുക്ക് ബാലൻസ് ഉപ്പ് ചേർക്കാം. നമുക്ക് ചിക്കനെ ഇതിട്ട് ഈ ഓട്ടോ ഡ്രൈവർമാരില്ലേ, ആംബുലൻസ് ഡ്രൈവർമാരിനെ പോലെയാണ്. അപ്പോൾ വയ്യായിക വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആംബുലൻസ് ഒന്നും വിളിക്കില്ലല്ലോ. ഈ ഓട്ടോ ഡ്രൈവേഴ്സിനെയല്ലേ വിളിക്കുക. അതിന് ആദ്യം എനിക്ക് ഡ്രൈവർമാരെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ മനസ്സിലാക്കിയത് ഡ്രൈവർമാരും ആംബുലൻസ് ഡ്രൈവർമാരും, അതായത് ഓട്ടോ ഡ്രൈവർമാരും ആംബുലൻസ് ഡ്രൈവർമാരും ഏകദേശം ഒരുപോലെയാണ്. നമ്മുടെ ജീവനെ രക്ഷിക്കാനും സംരക്ഷിക്കാനും രണ്ടുപേരും ഒരുപോലെയാണ്. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഭർത്താവ് ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് പറഞ്ഞതല്ല, പൊതുവെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് എനിക്കത് മനസ്സിലായത്. നന്നായിട്ടിങ്ങനെ നമുക്ക് പെന്നെ വയ്ക്കാം. അപ്പോൾ മുളക് വറുത്തിട്ടേ അതിൽ തന്നെ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് പെരിഞ്ജീരകം, ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ 2-3 കഷ്ണം ഗ്രാമ്പു, നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി വണക്കാം. അതും ഇതിലെല്ലാം ഓയിലാവും. നല്ല മണം വരുന്നുണ്ട്. എന്താണെന്നറിയോ, ഞാൻ മുളക് പൊടി വറുത്തില്ലേ, അതിൽ തന്നെ ഉള്ളി വണക്കണതുകൊണ്ട് നല്ല മണമുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കാം. ചിലർ ഇത് തനിയെ ചതക്കും. ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ് ചതക്കാറ്. വീഡിയോ എടുത്തിരുന്ന ആൾ ഓട്ടം പോയി. ഈ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അവർ ആംബുലൻസ് ഡ്രൈവർമാരെ പോലെയാണ്. എപ്പോൾ വിളിച്ചാലും പോകണം. ഞാൻ ചില സമയത്ത് എനിക്ക് ആദ്യം ഡ്രൈവർമാരെ ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എന്ത് അസുഖമുള്ളവരാണെങ്കിലും ശരി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ
ഈ ഓട്ടോ ഡ്രൈവേഴ്സിനെയല്ലേ വിളിക്കുക. അവർ ആ ബുദ്ധിമുട്ടൊന്നും നോക്കാറില്ല, പോവാറുമുണ്ട്. പനിയാണെങ്കിലും എന്ത് പനിയാണെങ്കിലും അവർ വരില്ല എന്ന് പറയില്ലല്ലോ. ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ ആ പോകുന്ന രോഗിക്ക് വലിയ ഡെങ്കിപ്പനിയോ ചിക്കൻ ഗുനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഇവർക്ക് പകരുമോ അങ്ങനെ ഒരു ടെൻഷനൊന്നും അവർ വിചാരിക്കാറില്ല. അവർക്ക് വയ്യ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിളിച്ചു കഴിഞ്ഞ് വെച്ചാൽ അവർ പോവാറുണ്ട്. അഭിമാനം തോന്നാറുണ്ട് ഇപ്പോൾ എനിക്ക്. പക്ഷെ ആദ്യം എനിക്ക് ഡ്രൈവർമാരെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, വലിയ ഭാരമുള്ള ജോലിയൊന്നും ചെയ്യുന്നവരല്ലാത്തതുകൊണ്ട് എനിക്ക് അവർ വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഓട്ടോ ഡ്രൈവർമാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടു. കറിവേപ്പില കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. അത് കുഞ്ഞു കറിവേപ്പില. പിന്നെ കറിവേപ്പില നമ്മളെല്ലാവരും കറിയിൽ നിന്ന് മാറ്റിയിടുന്നൊരു സംഭവമല്ലേ. കറി കഴിക്കുന്ന സമയത്ത് എല്ലാവരും കറിവേപ്പില എടുത്ത് വെളിയിൽ കളയും. പക്ഷെ അത് അങ്ങനെ കളയാൻ പാടില്ല. മുടി കൊഴിയുന്നവർ, മുടി അധികം വളരാതിരിക്കുന്നവർക്കൊക്കെ ഈ കറിവേപ്പില നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടുന്ന കറിവേപ്പില അതേപോലെ കഴിച്ചാൽ മുടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. അതിനുശേഷം ഞാൻ കറിവേപ്പില നന്നായി ഇടും. നമുക്ക് ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഈ പച്ചമണമൊക്കെ ഒന്ന് പോകട്ടെ. അടുപ്പ് സ്ലോ ആക്കിയിട്ട് മൂടി വയ്ക്കണേ, ഇല്ലെങ്കിൽ അടുപ്പ് പിടിക്കും. എൻ്റെ അടപ്പ് പോയതുകൊണ്ട് തുറക്കാൻ കുറച്ച് പണിയാണ്. ഇനി ഈ തക്കാളിയൊക്കെ ചിക്കൻ വേകുന്നതിനോടൊപ്പം തന്നെ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ചിക്കൻ വേകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെന്തോളും. നമുക്കിനി ചിക്കൻ മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ട് അതെല്ലാം പൊടിച്ച് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലോട്ടിടാം. എല്ലാം നന്നായിട്ട് ഇളക്കി വിട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചിക്കൻ മസാല, ആച്ചി ചിക്കൻ മസാലയാണ് ഇടുന്നത്. 10 രൂപയുടെ പാക്കറ്റാണ്, മുഴുവനായിട്ട് ഇടുന്നുണ്ട്. എനിക്ക് ഈ ചിക്കൻ മസാലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ടൊന്ന് ഇവിടെ ഇളക്കി വിടാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ, കുറച്ച് ഉപ്പ് കൂടി ഇടാം. ലാസ്റ്റ് നമ്മുടെ അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. എനിക്കിഷ്ടമാണ്. ഏട്ടന് പക്ഷേ ഉരുളക്കിഴങ്ങിനേക്കാളും ഇഷ്ടം കുമ്പളങ്ങയാണ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ അതിനകത്ത് എല്ലാ മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. സ്ലോ ആക്കി വെച്ച് ആദ്യം ഒന്ന് വേവിച്ചാൽ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മസാല പിടിക്കുന്നത് വരെ ഒന്ന് വേവാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമുക്ക് വെള്ളം അടച്ച് വേവിക്കാം. പുരട്ടിയ പോലെ വെക്കാനാണെങ്കിൽ ഇത് മതി. പക്ഷേ ഞങ്ങൾക്ക് ഒഴിച്ച് കറിയായിട്ടാണ് വേണ്ടത്.
അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്കിനിത് അടച്ച് വയ്ക്കാം. വേവാൻ വയ്ക്കാം. നമുക്കിനിത് അടച്ച് വയ്ക്കാം. നന്നായി തിളച്ച് ചിക്കൻ കറി എല്ലാം മസാലയെല്ലാം പിടിച്ച് വേവട്ടെ. ചിക്കൻ കറി വെന്ത് കറക്റ്റ് അളവായിട്ടുണ്ട്. എനിക്ക് ഇത്രയും ഗ്രേവി എങ്കിലും വേണം, എന്നാലും ചാറ് ഒഴിച്ചു നമുക്ക്. പാവം ഏട്ടൻ ഓട്ടം പോയി ക്ഷീണിച്ച് വന്നിട്ടുണ്ട്, വിശന്ന് പുകഞ്ഞിട്ട്. മതി എനിക്ക്. കറി എങ്ങനെയുണ്ട് ഏട്ടാ? കറി എങ്ങനെയുണ്ട്? എന്നാൽ ഞാൻ ഇത്രേ കഷ്ടപ്പെട്ട് കറി വെച്ചിട്ട് നിങ്ങൾ ഒന്നും പറയാതെ കഴിക്കുമ്പോൾ എനിക്ക് സങ്കടം. നല്ല ചൂട്. ആവാം. ശരി, അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വിശന്നിട്ട് വയ്യ, ഇനി നിൽക്കാൻ വയ്യാലേ പാവം.